ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഉള്ള റീൽസ് കണ്ടിട്ടാണ് നിങ്ങൾ ഫിറ്റ്നസ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫിറ്റ്നസ് ടിപ്സ് ഫോളോ ചെയ്യുന്നത്. ഇതിൽ 80% മണ്ടത്തരം ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത്. അതിലൊരു മണ്ടത്തരം ഇൻഫർമേഷൻ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്തുതരാം. മാസ്റ്റർ, ഈ മദ്യപിക്കുന്നവർക്ക് മാത്രമല്ലേ ഫാറ്റി ലിവർ ഉണ്ടാവത്തുള്ളൂ? അങ്ങനല്ല, മദ്യപിക്കാത്തവർക്കും വരും. അതായത് ഫാറ്റി ലിവർ രണ്ട് ടൈപ്പ് ഉണ്ട്: ആൽക്കഹോളിക് ഫാറ്റി ലിവർ, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. ഇങ്ങനെ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ഫാറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. അന്നേരം ഫാറ്റി ഫുഡ് നമ്മൾ ഒഴിവാക്കണം. അങ്ങനല്ല, ഫാറ്റി ഫുഡ് കഴിക്കുന്നതുകൊണ്ടല്ല ഇത് വരുന്നത്. നമുക്ക് ഡെയിലി മെയിൻ്റനൻസ് കാലറിയിൽ നിന്ന് എക്സസ് ആയിട്ട് കഴിക്കുന്ന കാലറീസ്, പ്രത്യേകിച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ സ്റ്റോർഡ് എനർജി ആയിട്ട് മാറും. ഡെയിലി നമ്മൾ എക്സസ് കാലറീസ് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് ഇത് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ആയി നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഭാഗത്ത് സ്റ്റോർ ആവും. ഉദാഹരണത്തിന് ബെല്ലി ആൻഡ് ലിവർ. സോ ഇതുപോലത്തെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്തു. ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ പ്രശ്നമുള്ളത് വലുതാനും അതുപോലെ തന്നെ മരണം വരെ സംഭവിക്കും. ഇതിന് കാരണം ഇവർക്കൊരു ബേസിക് നോളജ് പറയാൻ പോലും ഒരു അവകാശമില്ല. ഇവർ സാധാ ആർക്ക് കിട്ടുന്ന ഒരു നോളജാണ്, ഗൂഗിൾ അടിച്ച് കിട്ടുന്ന ഒരു നോളജാണ്, അതാണ് ഇവർക്കും കിട്ടുന്നത്. എന്നാൽ ലിവറിന്റെ ഫംഗ്ഷൻ എന്താ, ഫിസിയോളജിക്കൽ ഫംഗ്ഷനും നിങ്ങൾ എത്ര ഫുഡ് കഴിച്ചാലും അത് ലിവറിന് പ്രശ്നമില്ല. ലിവറിൽ ഫാറ്റ് സ്റ്റോറേജ് ചെയ്യില്ല. ലിവർ എന്താ ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള എനർജി മറ്റുള്ള സെല്ലിലേക്ക് പാസ് ചെയ്യും. അതിനുശേഷം എക്സ്ട്രാ എനർജി നിങ്ങളെ സ്കിൻ ഫാറ്റായ സബ് സ്കിൻ ഫാറ്റിലേക്ക് അത് കൊണ്ടുപോയിടും. ഇത് മാത്രമാണ് ലിവറിന്റെ ഒരു ഫംഗ്ഷൻ, മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് പിന്നെ ലിവർ ഫാറ്റ് വരുന്നത്? ഈ തടി കുറഞ്ഞ ആൾ, ഫാറ്റ് ഇല്ലാത്ത ആളുകളിൽ പോലും ലിവർ ഫാറ്റ് ഉണ്ടാവാൻ കാരണം എങ്ങനെ? നമ്മൾ കഴിക്കുന്ന ഫുഡിലെ കെമിക്കൽസ് അടങ്ങിയിരുന്ന, അതേപോലെ വിഷാംശങ്ങൾ അടങ്ങിയ, കെമിക്കൽസ് അടങ്ങിയ ഫുഡുകൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ലിവറിന് ഒരു പ്രോപ്പർ ആയൊരു പ്രോസസ്സ് നടക്കാൻ സാധിക്കില്ല. ആ സമയത്ത് ലിവർ ഡാമേജ് ആവും. ഇൻസുലിൻ റെസിസ്റ്റന്റ് പോലുള്ള പ്രശ്നങ്ങൾ വരും. ഹൈ ഫ്രൂക്ടോസിന് ഇൻസുലിൻ റെസിസ്റ്റന്റ് ഉണ്ടാക്കും. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ലിവറിന്റെ പ്രോപ്പർ ഫംഗ്ഷൻ നടക്കാത്ത സമയത്ത് ലിവർ ഫാറ്റ് അവിടെ അടിഞ്ഞുകൂടും. ഇങ്ങനെയാണ് ലിവർ ഫാറ്റ് ഉണ്ടാകുന്നത്. അല്ലാതെ നിങ്ങൾക്ക് 1000 കലോറിയാ വേണ്ടത്, നിങ്ങൾ കഴിക്കുന്ന 4000 കലോറിയ, 3000 കലോറി നിങ്ങളെ ലിവർ പ്രോസസ്സ് നടത്തിയിട്ട് ഡയറക്റ്റ് നിങ്ങളെ സ്കിൻ ഫാറ്റിൽ കൊണ്ടുപോയിടും. ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്നത് 1000 കലോറിയിലെടുത്ത് 800 കലോറിയാണ്, 200 കലോറി നിങ്ങൾ കുറച്ചു. പക്ഷെ നിങ്ങൾ കഴിക്കുന്നത് വിഷാംശങ്ങളാണ്, ഫാറ്റ് ഫുഡ്, പ്രോസസ് ഫുഡാണ്. അതിൽ കുറെ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്, കുറെ ടോക്സിൻ, വിഷാംശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇനി കലോറി കുറച്ചിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് ലിവർ ഫാറ്റ് അവിടെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് സ്കിന്നി ആയ ഫാറ്റ്, തടി കുറഞ്ഞ ആളുകളിലും ലിവർ ഫാറ്റ് കാണപ്പെടുന്നതെന്ന് വെച്ചാൽ കഴിക്കുന്ന വിഷാംശങ്ങൾ അടങ്ങിയ ഫുഡുകളായത് കൊണ്ട് ലിവറിന് പ്രോപ്പർ ആയിട്ടുള്ള മെറ്റബോളിസം ഫംഗ്ഷൻ നടക്കാത്തത് കൊണ്ടാണ് ലിവർ ഫാറ്റുള്ള, അതുപോലെ കിഡ്നിക്കും മറ്റുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഇവര് പറയുന്ന ഓരോ മണ്ടത്തര വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ലിവർ ഫാറ്റ് ഉള്ള പേഷ്യന്റ് ആണ്, നിങ്ങൾ ഇങ്ങനെ വിഷാംശങ്ങൾ അടങ്ങിയ ഫുഡാണ്, കലോറി കാൽക്കുലേഷൻ ചെയ്തിട്ട് വിഷാംശങ്ങൾ അടങ്ങിയ ഫുഡാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ പ്രോസസ് ഫുഡാണ് കഴിക്കുന്നത്, നിങ്ങളെ ലിവർ ഫാറ്റ് കൂടും. നിങ്ങളെ ബേസിക് കലോറി വെച്ചത് കുറച്ചിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളെ ലിവർ ഫാറ്റ് കൂടും. നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഏതാണ്, നിങ്ങൾ കഴിക്കുന്ന ഫുഡിന് അതുപോലെ സമയം, അതുപോലെ തന്നെ നിങ്ങൾ ഏത് കണ്ടന്റ് എങ്ങനെ എപ്പം കഴിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ കഴിക്കുന്ന ഫുഡിന്റെ അമൗണ്ടിലല്ല പ്രാധാന്യം. നിങ്ങൾക്ക് എത്ര ഫുഡും കഴിക്കാം, അത് പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, കഴിക്കുന്ന ഫുഡ് ക്ലീൻ ആണോ, നല്ല ഫുഡാണോ, അതിൽ എന്തെങ്കിലും വിഷാംശങ്ങൾ അടങ്ങിയിട്ടുണ്ടോ, വിഷാംശങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, അത് റിമൂവ് ചെയ്യുക എന്നതിനൊക്കെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ഹെൽത്ത് കീപ്പ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള നല്ല കണ്ടന്റ് വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ പറയുന്നത് ശരിയാണോ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ ദിവസം നിങ്ങളെ ബോഡിയെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പഠിക്കുക. നിങ്ങൾ ഓരോ ദിവസം നിങ്ങളുടെ ബോഡിയെക്കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിൻ ഇംപ്രൂവ് ആവും, കോൺഫിഡന്റ് ആവും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഓക്കെ.